എല്ലാവർക്കും നമസ്കാരം. മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സിൻ്റെ അണ്ടറിൽ വരുന്ന IB ഇൻ്റലിജൻസ് ബ്യൂറോയിലേക്ക് വിളിക്കുന്ന ഓഫീസർ ഗ്രേഡ് 2 എക്സിക്യൂട്ടീവ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിൻ്റെ അപേക്ഷ ഉടൻ തന്നെ റിലീസാവുന്നതാണ്. 19-ാം തീയതി മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഷോർട്ട് നോട്ടിഫിക്കേഷനാണ് അവർ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാം. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവരിലേക്കും വീഡിയോ അയച്ചു കൊടുക്കാനും കൂടെ ഓർത്തിരിക്കാം. വേക്കൻസികൾ ഞാൻ ആദ്യം പറയാം. മൊത്തം 3717 വേക്കൻസിയാണ്. അതിൽ ജനറൽ 1537, EWSകാർക്ക് 442, OBC 946, SC 566, ST 226. അങ്ങനെ ടോട്ടൽ 3717 വേക്കൻസിയാണ്. സാലറി പാക്കേജാണ് ഹൈലൈറ്റ്. 44,900 രൂപയാണ് സ്റ്റാർട്ടിങ്ങിൽ ശമ്പളം കിട്ടുക. 1,42,400 വരെ നിങ്ങൾക്ക് സാലറി കൂടും. പിന്നെ അതിൻ്റെ കൂടെ ഒരുപാട് സെൻട്രൽ ഗവൺമെൻറ് അലവൻസുകളും നിങ്ങൾക്ക് കിട്ടും. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഗ്രാജുവേഷനാണ്. ഏതെങ്കിലും ഒരു ഡിഗ്രി ഹോൾഡർക്ക് തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം. ഡിസേബിൾ ആണ്, കുഴപ്പമില്ല. ഏജ് ലിമിറ്റ് 18 to 27 ആണ് ജനറൽ കാറ്റഗറി ആണെങ്കിൽ. ഇനി SC ST ആണെങ്കിൽ 5 വർഷം, അതായത് 32 വരെ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ 30 വരെയും അപേക്ഷ അയക്കാൻ പറ്റും. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റൽ കാൻഡിഡേറ്റ്സിനൊക്കെ 40 വയസ്സ് വരെ ഇളവ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഏജിൻ്റെ കാര്യങ്ങൾ ഇവിടെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഇനി വരുന്നത് ഇതിൻ്റെ സെലക്ഷൻ ക്രൈറ്റീരിയ. ആദ്യം ഒരു എക്സാം ഉണ്ടായിരിക്കും. 2 എക്സാം ഉണ്ട്. അതിൽ ടയർ 1 എക്സാം 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഒബ്ജക്റ്റീവ് ടൈപ്പ് OMR ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ ശരിയുത്തരത്തിനും ഓരോ മാർക്കാണ്. കറൻറ്റ് അഫയേഴ്സ്, ജനറൽ സ്റ്റഡീസ്, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ്, ഇത്രയും സിലബസ് നിന്ന് ക്വസ്റ്റ്യൻസ് വരും. 1 മണിക്കൂറാണ് പരീക്ഷയ്ക്ക് ടൈം കിട്ടുക. 100 മാർക്കിനാണ് എക്സാം. 1/4 നെഗറ്റീവ് മാർക്കിംഗ് സ്കീം വരുന്നുണ്ട്. അതായത് 4 എണ്ണം റോങ് ആയിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ 1 മാർക്ക് നെഗറ്റീവായിട്ട് പോകും. അതിനുശേഷം ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് പേപ്പർ ഓഫ് 50 മാർക്ക് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഉണ്ടാവും. 50 മാർക്കിനാണ്. എസ്സെ 20 മാർക്കിന്, ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ 10 മാർക്കിന്, ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ 20 മാർക്കിന്. അതും 1 മണിക്കൂർ 50 മാർക്കിനാണ് പരീക്ഷ. അവിടെ 100 മാർക്കായിരുന്നു, ഇവിടെ 50 മാർക്ക്. പിന്നെ ഇൻ്റർവ്യൂ നടത്തും. ടയർ 3 ഇൻ്റർവ്യൂ 100 മാർക്കിനാണ്. ഇൻ്റർവ്യൂവിനടക്കം മാർക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇതാണ് സെലക്ഷൻ ക്രൈറ്റീരിയ. എക്സാമിനേഷൻ ഫീസ് വരുന്നുണ്ട്. ജനറൽ, EWS, OBC വിഭാഗക്കാർ ബോയ്സിനാണ് 650 രൂപ ഫീസ് വരുന്നുണ്ട്. ബാക്കി വരുന്ന എല്ലാ കാറ്റഗറിയിൽ വരുന്നവർക്കും 550 രൂപയാണ് ഫീസ്. അത് പെൺകുട്ടികളാണെങ്കിൽ പോലും 550 രൂപയാണ്. ബാക്കി വരുന്ന ആൺകുട്ടികളിൽ ജനറൽ, EWS, OBCക്കാർക്ക് 650 രൂപ ഫീസ് വരുന്നുണ്ട്. അപ്പോൾ പഠിക്കുമെന്ന് ഉറപ്പുള്ളവർ മാത്രം അപേക്ഷ അയച്ചാൽ മതി കേട്ടോ. 19-ാം തീയതി അപേക്ഷ തുടങ്ങും. അപ്പോൾ സെലക്ഷൻ ക്രൈറ്റീരിയയിൽ ഫിസിക്കൽ ടെസ്റ്റ് വരുന്നില്ല. പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമൊക്കെ നടത്തുന്നുണ്ട്. ഇതാണ് ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത്. അപേക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ഒരു അപ്ഡേറ്റ് കൂടെ എത്തിക്കാം. താല്പര്യമുള്ളവർ അപേക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്. ആ ലിങ്ക് കയറി നിങ്ങൾ അപേക്ഷ അയക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി വീഡിയോ അയച്ചു കൊടുക്കുക. ഡെയിലി അപ്ഡേറ്റ്സുകൾ കിട്ടാൻ വേണ്ടി ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. ജയ് ഹിന്ദ്.